അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രണ്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ആയത്ത് ആണോ രണ്ടാമത്തെ ആയത്താണോ എന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അൽഹംദുലില്ലാ, അൽഹംദ് എന്നുള്ള വാക്കുകൊണ്ട് അൽഹംദ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അതെന്ന് പറഞ്ഞാൽ നന്ദിയാണെന്ന്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഒരു ഡീപ്പർ മീനിങ് ഉണ്ട്. അൽഹംദ് എന്ന് പറയുമ്പം രണ്ട് പദങ്ങൾ അതിൽ കൂടിച്ചേർന്നതാണ്. അതായത് മദ്ഹ് അതുപോലെ തന്നെ ശുക്റിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് അൽഹംദ് എന്ന് പറഞ്ഞാൽ. മദ്ഹ് എന്ന് പറഞ്ഞാൽ സ്തുതി. ഇപ്പം നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു സാധനം കണ്ടു, നമ്മൾ പറയും ഓ ബ്യൂട്ടിഫുൾ, ഇത് ഉണ്ടാക്കിയ പടച്ചോൻ എത്ര സ്തുത്യർഹമാണ്, എത്ര വലിയവനാണ്. പിന്നെ അതിന് വേറൊരു മീനിങ്ങിൽ പറയാം, ഇതെനിക്ക് കാണിച്ചു തന്ന, എൻ്റെ കണ്ണുകൊണ്ട് എനിക്കത് ആസ്വദിക്കാൻ എനിക്ക് ആ ഒരു ഭാഗ്യം കാണിച്ചു തന്ന അള്ളാഹുവിൻ്റെ നന്ദി. അപ്പം ഈ അൽഹംദ് എന്നുള്ള വാക്കിൽ സ്തുതിയും അതുപോലെ തന്നെ നന്ദിയും മദ്ഹും പ്രൈസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻക്ലൂഡഡ് ആണ് അൽഹംദ് എന്ന വാക്കിൽ. സൂറത്തുൽ ലുക്മാനിൽ പറയുന്നുണ്ട് അനിഷ്കുർലി വലി വാലിദൈക് എന്ന്. അള്ളാഹുവിനാണ് പൂർണ്ണമായിട്ടും ഹംദ് നമ്മൾ ഇതാക്കുന്നത്. പക്ഷെ അവിടെ പറയുന്ന അനിഷ്കുർലി വലി വാലിദൈക് എന്നാണ്. എനിക്കും മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്ർ ചെയ്യൂ. അവിടെ ഒരിക്കലും ഹംദ് എന്ന് പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പ ഒരു ഷിർക്ക് അഥവാ ബഹുദൈവാരാധികനായിരുന്നു. ഷിർക്കിൻ്റെ അതിനെ വിൽക്കപ്പെടുന്ന ഒരാൾ കൂടിയായിരുന്നു. എന്നിട്ടും അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ അദ്ദേഹം നന്ദി കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും അവിടെ നന്ദി കാണിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരിക്കലും സ്തുത്യർത്ഥമല്ല. മാതാപിതാക്കൾക്ക് നമ്മൾ നന്ദി കാണിക്കുക തന്നെ വേണം. അല്ലാഹു തആല ചെയ്യുന്ന ഏതൊരു കാര്യവും അല്ലാഹു തആല നമ്മളെ മുന്നിലേക്ക് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും സ്തുത്യർഹവും അതുപോലെ തന്നെ നന്ദി പ്രകടിപ്പിക്കേണ്ടതുമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനെയും അൽഹംദ് ആക്കി ഇതാക്കണം. നമുക്ക് എന്തൊരു കാര്യം സംഭവിച്ചാലും അത് നമുക്ക് അൽഹംദുലില്ലാ എന്നാണ് പറയാറ്. കാരണം നല്ലൊരു കാര്യം സംഭവിച്ചാൽ അൽഹംദുലില്ലാ, പക്ഷേ അതൊരു തിന്മയാണ് സംഭവിച്ചതെങ്കിലോ അപ്പോഴും നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്കതിന് കൂലിയുണ്ട്. പിന്നെ നമ്മൾ അപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം എനിക്കിതല്ലേ വന്നുള്ളൂ, എൻ്റെ റബ്ബ് തന്നതല്ലേ, ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. പിന്നെ പറയുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു പ്രയോഗം വഴി അള്ളാഹു മറ്റുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക, അതായത് ഷിർക്കിനെ ഇതാക്കുകയാണ്. അൽഹംദുലില്ലാ എന്ന് ഷിർക്കുള്ള ചെയ്യുന്ന ആളുകൾ പറയുമായിരിക്കും, അതായത് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവർ ദൈവത്തിന് സ്തുതി എന്ന് പറയുമായിരിക്കും. പക്ഷെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം പൂർണ്ണ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണെന്നാണ് ഇതാക്കുന്നത്. അപ്പോൾ ആ ഒരു ഷിർക്കിനതും അള്ളാഹു കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണ്. ഇനി വരുന്നതാണ് റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബ്. റബ്ബ് എന്നുള്ള വാക്ക് ഒരുപാട് മീനിങ് ഉള്ള ഒരു വാക്കാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഹീസ് ദ ഓണർ, കെയർ ടേക്കർ, ഗിവർ ഓഫ് ഗിഫ്റ്റ്സ്, ദ വൺ ഹൂ ഈസ് ഇൻ ചാർജ്, മെയിൻറ്റെയിനർ. ഇതൊക്കെ ഉണ്ട് റബ്ബ് എന്നുള്ളത് ഒരു മീനിങ്ങിൽ. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായിട്ട് റബ്ബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ എന്നതാണ്. റബ്ബ് എന്നത് പറഞ്ഞാൽ മാസ്റ്റർ ആണെങ്കിൽ നമ്മൾ ആരാവും? നമ്മളെ മാസ്റ്ററാണ് റബ്ബ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ റബ്ബിൻ്റെ സ്ലേവാണ്. അപ്പം ആദ്യമായിട്ട് ഖുർആനിൽ മറ്റ് അള്ളാഹുവിന് ഒരുപാട് 99 നാമങ്ങളുണ്ടല്ലോ. ഇതിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അള്ളാഹു പറയാണ്, നിങ്ങളും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ റബ്ബും നിങ്ങൾ എൻ്റെ അടിമയും ആണ് എന്നാണ് ഖുർആനിൽ ആദ്യമായിട്ട് തന്നെ പറയുന്നത്. സാധാരണഗതിയിൽ നമുക്കൊരു ഓണർ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുതിരയെ ഒരാൾ ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുതിര നല്ലപോലെ ഓടാൻ അയാൾ അടിക്കും, വീണ്ടും ഓടാൻ വീണ്ടും അടിക്കും. അതുപോലെ മാസ്റ്റർ എന്തെങ്കിലും, നമ്മൾ ഒരു എംപ്ലോയി ആണ്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ചീത്തേക്കും. പക്ഷേ അള്ളാഹ് നമ്മളെ മാസ്റ്റർ ആണെങ്കിൽ നമ്മൾ എത്രയോ തെറ്റ് ചെയ്താലും ഹീസ് റെഡി ടു ഫോർഗീവ് അസ്. അള്ളാഹു നമുക്ക് എത്ര വേണേലും പുറത്തു തരും. പിന്നെ ഹീസ് ദ ഗിവർ ഓഫ് ഗിഫ്റ്റ്സ്. അള്ളാഹു നമുക്ക് ഓരോ സമ്മാനങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഒരു നിശ്ചിത കാലം വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു തന്നെയാണ്. നമ്മളിപ്പം നമുക്ക് ഒരു എംപ്ലോയി അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും സ്ട്രിക്റ്റ് അതായത് നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 9 to 4 വരെയാണെന്ന് വിചാരിക്കും. ആ ഒരു സമയം മാത്രമേ നമ്മുടെ മാസ്റ്ററായിട്ടായുള്ളൂ. പക്ഷേ അള്ളാഹ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ജനിച്ചത് മുതൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് ഇനി വീണ്ടുമുള്ള ജീവിതത്തിലൊക്കെ മാസ്റ്ററാണ് അള്ളാഹു. അതായത് ഞായറാഴ്ചകളിലും നമ്മൾ ഓഫ് ഡേയ്സിൽ വർക്ക് കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്ത് അപ്പോഴൊക്കെ നമ്മുടെ മാസ്റ്റർ അള്ളാഹു തആലയാണ്. നമ്മൾ എപ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇതാക്കുമ്പോൾ നമ്മൾ ഓരോ പൊട്ടത്തരം അല്ലെങ്കിൽ ഓരോ ക്രേസി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ മാസ്റ്റർ നമ്മളെടുത്ത് ഇല്ലാത്തപ്പം അല്ലെങ്കിൽ മാസ്റ്റർ നമ്മളെ ശ്രദ്ധിക്കാത്തപ്പം. അതുപോലെ മനുഷ്യൻ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ റബ്ബ് നമ്മുടെ റബ്ബാണ് അല്ലെങ്കിൽ നമ്മുടെ റബ്ബ് അവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മ നശിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ ആലം എന്ന് പറഞ്ഞാൽ ലോകമാണ്. ലോകങ്ങൾ എന്നുള്ളതിൻ്റെ പ്ലൂറൽ വേർഡ് എന്ന് പറയുന്നത് അവാലിം എന്നാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം, അവാലിം എന്നാണ്. ആളുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മീൻ ഉപയോഗിക്കുക. മുഅ്മിനീൻ, മുസ്ലിമീൻ അങ്ങനെയൊക്കെ മീൻ ഉപയോഗിക്കുക. ഇവിടെ ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ലോകത്തിനെ സൂചിപ്പിക്കാനാണെങ്കിൽ നമ്മൾ സമാവാതി വൽ അർള് അങ്ങനെയൊക്കെയാണ് സൂചിക്കൽ. ഇവിടെ ആലമീൻ എന്ന് ഇതാക്കുമ്പം അല്ലാഹു ഈ ഭൂമിയിലുള്ള ആളുകളെയാണ് റെഫർ ചെയ്യുന്നത്. റബ്ബുൽ ആലമീൻ, ആ ലോകത്തുള്ള ആളുകളുടെ നാഥനാണ് അവൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു സകല ജനറേഷൻസ് ഓഫ് ആളുകളുടെയും റബ്ബാണെന്നും എല്ലാവരും അവന് റബ്ബാണ്, ബാക്കി എല്ലാവരും സ്ലേവാണ്. അവരുടെ ഇടയിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഏത് നാട്ടിൽ നിന്ന് വന്നവരാണ്, അവരുടെ നിറം എന്താണ്, അങ്ങനെ യാതൊരുവിധ ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാവരുടെയും നാഥനാണ് അള്ളാഹു, അഥവാ എല്ലാവരുടെയും മാസ്റ്ററാണ് അള്ളാഹു. ബാക്കി എല്ലാവരും സ്ലേവാണ്. വി ആർ ഓൾ, നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്നൊരു മീനിങ്ങാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് അർത്ഥവത്തായ ഖുർആൻ്റെ ഓരോ ആയത്തിനും ഭയങ്കര ഡീപ്പർ മീനിങ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ബാക്കി ആയത്തിൻ്റെയും കൂടെ മീനിങ് പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ